അസ്സലാമു അലൈക്കും. ഉസ്താദ് കേൾക്കുന്നു വിചാരിക്കുന്നു. ഉസ്താദെ, ഈ ഇമാം ജമാഅത്ത് നടക്കുന്ന സമയത്തിൽ ഏത് സഫിനാണ് നല്ല ശ്രേഷ്ഠത? ഒന്നാമത്തേതാണോ രണ്ടാമത്തേതാണോ? അതുപോലെ ഈ വലത്തെ ഭാഗത്ത് നിൽക്കൽ ശ്രേഷ്ഠമാണ് പറയുന്നു. അപ്പോ ഇമാം നിൽക്കുന്ന സമയത്തിൽ കുറെ ആളുകൾ ഉണ്ടെങ്കിൽ എല്ലാം വന്നിട്ട് വലത്തെ ഭാഗത്ത് നിൽക്കും, ഇടത്തെ ഭാഗത്ത് കാലിയായി ഉണ്ടാവും. അപ്പൊ ഇതുകൊണ്ട് എന്താണ് ഇതിനൊരു പറയേണ്ടതെന്നുണ്ട് മനസ്സിലാക്കണം. ജമാഅത്തിന് സ്വഫ് കെട്ടേണ്ടത് എങ്ങനെ എന്ന് വ്യക്തമായി തന്നെ മഹാന്മാരായ ഇമാമിങ്ങൾ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിലക്ക് സ്വഫ് കെട്ടിയാലേ ജമാഅത്തിന്റെ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അതായത് ഒരു മൗമൂമും ഒരു ഇമാമുമാണെങ്കിൽ ഇമാമിന്റെ തൊട്ടടുത്ത് വലത് ഭാഗത്ത് നിൽക്കണം. രണ്ടാമതൊരാൾ വന്നാൽ അതേ തൊട്ടടുത്ത് ഇടത് ഭാഗത്ത് നിന്ന് തക്ബീർ കെട്ടിയതിന് ശേഷം രണ്ടുപേരും കൂടി പിന്നോട്ട് മാറി നിന്നുകൊണ്ട് ഒരു സൊഫായി നിൽക്കണം. ആദ്യം തന്നെ രണ്ടാളാണുള്ളെങ്കിൽ പിന്നിൽ ഒരു സൊഫായി നിന്നുകൊണ്ടിട്ട് അവർ തക്ബീർ കെട്ടണം. മൂന്നാളുണ്ടെങ്കിൽ ഒരാൾ ഇമാമിന്റെ തൊട്ട് പിന്നിലും ഒരാൾ ഇമാമിന്റെ വലതുവശത്തും മറ്റേയാൾ ഇടതുവശത്തും നിൽക്കണം. ഇനി നാലാമതൊരാൾ വന്നാൽ അയാൾ വലതുവശത്ത് നിൽക്കണം. അഞ്ചാമതൊരാൾ വന്നാൽ അയാൾ ഇടതുവശത്ത് നിൽക്കണം. പിന്നീട് ആറാമത് വരുന്ന ആള് വലതുവശത്ത് നിൽക്കണം. ഏഴാമത് വരുന്ന ആള് ഇടതുവശത്ത് നിൽക്കണം. ഇങ്ങനെയാണ് സൊഫ് കെട്ടേണ്ട മര്യാദ. സുന്നത്ത് അങ്ങനെയാണ് പഠിപ്പിച്ചത്. ഇങ്ങനെ നിന്നാൽ ഒന്നാം സൊഫിന് മറ്റെല്ലാ സൊഫിനേക്കാളും ശ്രേഷ്ഠതയുണ്ട്. വലതുവശത്തിന് ഇടതുവശത്തെക്കാളും മഹത്വവും ഉണ്ട്. അതൊക്കെ സഹിഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. എന്ന് വെച്ച് എല്ലാവരും കൂടി ഇമാമിന്റെ വലതുവശത്ത് പോയി നിന്നാൽ ജമാഅത്തിന്റെ പുണ്യം തന്നെ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതിനാണ് ആദ്യം പറഞ്ഞത് എങ്ങനെയാണ് സൊഫ് കെട്ടേണ്ടത് എന്ന് ഇസ്ലാം ശരീഅത്ത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അദബനുസരിച്ച് സൊഫ് നിൽക്കേണ്ടതാണ്. അങ്ങനെ നിന്നെങ്കിലേ ജമാഅത്തിന്റെ ഫളീലത്താവുന്ന 27 ദർജ കിട്ടുള്ളൂ. ആ കിട്ടുന്നിടത്ത് വലതുവശത്ത് നിൽക്കുന്നവർക്ക് കൂടുതൽ പുണ്യം ലഭിക്കും, ഇടതുവശത്ത് നിൽക്കുന്നവർക്ക് പുണ്യം കുറയും. അല്ല, വലതുവശത്ത് നിന്നാലാണ് പുണ്യം കിട്ടുക എന്ന് തെറ്റിദ്ധരിച്ച് എല്ലാവരും കൂടി പോയിട്ട് വലതുവശത്ത് നിന്നാലോ പുണ്യവും കിട്ടൂല, ജമാഅത്തിന്റെ 27 ദർജയും കിട്ടൂല. ഓക്കെ. ഉസ്താദെ, നിസ്കരിക്കുന്ന സമയത്തിൽ കുട്ടികളെല്ലാം ഒന്നാമത്തെ സഫർ വന്ന് നിൽക്കും. അതിങ്ങനെ പറയുമ്പോ ചില ആളുകൾ അതിരിക്കട്ടെ, കുട്ടികൾ പഠിക്കാൻ വേണ്ടിയല്ല ഇരിക്കട്ടെ അങ്ങനെ പറയും. അതെന്താണ്? അതൊന്നും മനസ്സിലാക്കി തന്നാൽ നന്നായിരുന്നു ഉസ്താദെ. സ്വഫ് കെട്ടുന്നതിന്റെ സുന്നത്തായ രീതി നിസ്കാരത്തെ സംബന്ധിച്ച് ഇൽമുള്ളവരും മുതിർന്നവരുമായ ആളുകൾ ഇമാമിനോട് അടുത്തും മുന്നിലുള്ള സ്വഫുകളിലും നിൽക്കുക, പിന്നീട് കുട്ടികളെ സ്വഫ് നിൽക്കുക എന്നതാണ് സുന്നത്തായ രീതി. മറിച്ച് കുട്ടികൾ മുന്നിൽ നിന്ന് സ്വഫ് നിന്ന് കഴിഞ്ഞാൽ അവരെ അവിടെ നിന്ന് പിന്നോട്ട് മാറ്റി നിർത്താൻ പാടില്ല. കാരണം പുരുഷന്റെ വകുപ്പിൽപ്പെട്ട തന്നെയാണല്ലോ ആൺകുട്ടികൾ എന്ന നിലക്ക്. അവര് നിന്ന് കഴിഞ്ഞാൽ അവരെ അവിടെ നിന്ന് സ്വഫിന്ന് മാറ്റാൻ പാടില്ല. പക്ഷേ സുന്നത്തായ അദബ് പാലിച്ചുകൊണ്ടാണെങ്കിൽ മുതിർന്നവർ മുന്നിലെ സ്വഫുകളിലും കുട്ടികൾ പിന്നിലെ സ്വഫുകളിലുമാണ് നിൽക്കേണ്ടത്. അതുകൊണ്ട് പക്ഷെ ആളുകളും കുട്ടികൾ വേഗം വന്ന് സ്വഫിൽ നിന്നു, അതേ സമയത്ത് ബേക്കിൽ ഇങ്ങനെ തൊള്ളിയും കാട്ടിയിട്ട് നിന്ന് ആര് വലിയ ആൾക്കാർ എന്നിട്ട് നിൽക്കാനാവുമ്പോ കുട്ടികളെ പിടിച്ച് പുറത്താക്കിയിട്ട് മുന്നിൽ പോയിട്ട് നിൽക്കുക, അത് പാടില്ല. ആദ്യം തന്നെ മുതിർന്ന ആളുകൾ മുന്നിൽ വന്ന് ഇമാമിന്റെ അടുത്ത സ്വഫുകളിൽ നിൽക്കുകയാണ് വേണ്ടത്, കുട്ടികൾ പിന്നിലുമാണ് വേണ്ടത്. എന്നാൽ കുട്ടികൾ മുന്നിൽ നിന്നാൽ അവരെ അവിടെ നിന്ന് പിടിച്ചു മാറ്റാൻ പാടുള്ളതല്ല. അദബ് മുന്നിൽ മുതിർന്നവരും അറിവുള്ളവരും നിൽക്കുക, പിന്നിൽ കുട്ടികൾ നിൽക്കുക എന്നതാവുന്നു.